മഴ നനഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യുന്ന ആളുകൾ, വോട്ട് കുത്തുന്നവർ അവരുടെ പ്രജകളല്ല, പ്രജകളായിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം പറയുകയാണ്. എന്തിനാ ഭരണഘടന എന്നുള്ളൊരു ധാരണയുണ്ട് പലർക്കും. അത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യത എന്ന് പറയുന്ന, ഇന്നത്തെ കാലത്തെ ആവശ്യത എന്ന് പറയുന്നത്, ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യത, ദുഃഖം എന്ന് പറയുന്നത് ഭരണഘടനയിൽ വിശ്വാസമില്ലാത്ത ആളുകൾ ഭരിക്കുന്നു എന്നുള്ളതാണ്. അത് സംസ്ഥാനത്തിലായാലും നമ്മുടെ കേന്ദ്രത്തിലായാലും എല്ലാം അത് തന്നെ. ഭരണഘടന, ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമില്ലാത്ത ആളുകൾ, ഭരണാധികാരികൾ ഭരിക്കുന്നു എന്ന് ആ രീതിയാണ് കേട്ടോ. ഇത് രാജാവും പ്രജകളുമല്ല എന്നൊന്നും തിരിച്ചറിയണം. രാജാവും പ്രജകളുമല്ല, അതൊരു കാലം ഉണ്ടായിരുന്നു, അത് മാറ്റി. അതൊക്കെ പോയി. അത് സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ്, സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ടും അത് ഉണ്ടായിരുന്നു കുറച്ച് നാൾ. പക്ഷേ അത് ഇല്ലാതാക്കിയത് ശ്രീ വല്ലഭായ് പട്ടേലാണ്, ആ ഉരുക്കു മനുഷ്യൻ. അദ്ദേഹവും ജവഹർലാൽ നെഹ്റുവും കൂടാണ് അതില്ലാതാക്കിയത്. അങ്ങനെ ഇപ്പം രാജഭരണം ഇല്ല എന്നൊന്ന് തിരിച്ചറിയണം. ഇവിടെയുള്ള ജനങ്ങൾ, വോട്ടേഴ്സ് എന്ന് പറയുന്ന ഇവർക്ക് വേണ്ടി വേർപ്പ് ഒഴുക്കാൻ നടക്കുന്ന ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ മഴ നനഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യുന്ന ആളുകൾ, വോട്ട് കുത്തുന്നവർ അവരുടെ പ്രജകളല്ല, പ്രജകളായിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം പറയുകയാണ്. അപ്പോൾ അത് ഒന്ന് തിരിച്ചറിയണം. ഇത് ഇവർ ഭരണാധികാരികൾ തിരിച്ചറിയണം. ഈ നിൽക്കുന്നത്, ഈ കാത്തുനിന്ന് വോട്ട് ചെയ്ത് അവരെ അധികാരത്തിൽ കയറ്റുന്നവർ പ്രജകളല്ല എന്ന് ആദ്യം ഒന്ന് തിരിച്ചറിയണം. ഇവിടുത്തെ വോട്ടേഴ്സാണ്, ഇന്ത്യയുടെ പരമാധികാരികളാണ് അവർ. ഈ ജനങ്ങൾ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നവരാണ് ഇവിടുത്തെ സോവറൻ, അതായത് പരമാധികാരി. ഇന്ത്യയുടെ പരമാധികാരി എന്ന് പറയുന്നത് ഈ കളക്റ്റീവ് ഇലക്ടറേറ്റ് ആണ് എന്ന് ഇവരൊന്ന് തിരിച്ചറിയണം. അവർ പ്രജകളും ഇവർ രാജാക്കന്മാരുമാണ്, അല്ലാതെ നേരെ തിരിച്ചല്ല. അതൊന്ന് ആദ്യം മനസ്സിലാക്കട്ടെ, അതൊന്നും മനസ്സിലാക്കണം. അധികാരത്തിലുള്ളവരും അധികാരത്തിൽ കയറാൻ ആഗ്രഹിക്കുന്നവരും ഇത് തിരിച്ചറിയണം. അപ്പോൾ ഇത് ഒരു തവണ ആക്കിയതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇപ്പോഴത്തെ നിലയ്ക്ക് ഉണ്ടാകത്തില്ല. കാരണം ഒരുപാട് ഭരണഘടനാ ലംഘനങ്ങൾ വരും. അത് ഭരണഘടന അങ്ങ് തിരുത്തി കുറിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. അതായത് ഒരാൾ ഉടുപ്പ് തയ്പ്പിച്ചങ്ങ് വെക്കും, പിന്നെ ആ വണ്ണം, അത് ഉടുപ്പ് പരുവമില്ലോ എന്നുള്ളതിനനുസരിച്ച് അവൻ ആഹാരം കൂട്ടിക്കൊടുക്കുകയും കുറച്ച് കൊടുക്കുകയും ചെയ്യണം. ആഹാരം കൂട്ടിക്കൊടുത്ത് അത് ഈ വണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഉടുപ്പിന് വലിപ്പം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് വണ്ണം വെപ്പിക്കണം. അതല്ല, ഉടുപ്പിന് വണ്ണം കുറവാണ്, അതായത് അളവ് കുറവാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കണം. ആ രീതിയിൽ ടൈലർ മെയ്ഡായിട്ട് പോകാനുള്ള ഒരുക്കമാണ് ഈ നടക്കുന്നത്. ഇപ്പോൾ പല നിയമസഭകൾ, അത് ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങളും നിയമസഭയിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് നിയമസഭ പോകുന്നു. എന്തു ചെയ്യും? 4.5 വർഷം രാഷ്ട്രപതി ഭരണം വേണം. ഇവരൊക്കെ ബോധമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നോട്ട് നിരോധനത്തിനേക്കാളും വളരെ വളരെ മോശമായ നിരോധനമാണ്, ഒരു നിയമമാണ് ഈ വരാൻ പോകുന്നത്. ഇത് മാറ്റി കുറിച്ചാൽ. അപ്പോൾ ഇത് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തിനിത് മാറ്റി കുറിക്കണം? സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവരാൻ ഉള്ള ഒരു അവസരമായിട്ട് ഇത് മാറും. മാത്രമല്ല, ഈ ഓരോ സംസ്ഥാനങ്ങളും പിടിച്ചടക്കാൻ, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പിടിച്ചടക്കാൻ ഉള്ളൊരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് വന്നേക്കുന്നത്. അപ്പം നമുക്കത് കാണാം, ധാരാളമായിട്ട് നമുക്ക് കാണാം.